തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനായി ശ്രമം തുടർന്ന് ടി.വി.കെ. നിയുക്ത എം.എൽ.എമാരുടെ യോഗം പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ചേരുകയാണ്. പിന്തുണയിൽ തീരുമാനമെടുക്കാൻ സിപിഐ സംസ്ഥാന നേതൃയോഗങ്ങൾ തുടരുകയാണ്. വിടുതലൈ സിരുത്തൈകൾ കക്ഷികളുടെ യോഗം വൈകിട്ട് 5 മണിക്കാണ് ചേരുന്നത്. ടി.വി.കെ. സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്ന് DMK പറഞ്ഞിട്ടുണ്ട്. ജനവിധി അംഗീകരിച്ച് ഗവർണർ നടപടിയെടുക്കണമെന്നാണ് കനിമൊഴി MP ആവശ്യപ്പെട്ടത്. தேர்தல் முடிவுகள் யாருக்குமே ஒரு தெளிவான தீர்க்கமான பெரும்பான்மையை கொடுக்காத ஒரு சூழ்நிலையில நிறைய குழப்பங்கள் இருக்கக்கூடிய ஒரு நிலையை அது உருவாக்கி இருக்கிறது. அடிப்படையில் அதுதான் இத்தனை குழப்பங்களுக்கும் காரணமா இருக்கு. இல்லைங்க, இப்போ இருக்கிற சிச்சுவேஷன்லேயே நிறைய கன்ஃபியூஷன்ஸ் இருக்கு. ஸோ ஒவ்வொருத்தரும் ஒரு இதற்கான விளக்கங்கள், எதிர்மறை கருத்துக்கள், அதை ஏற்றுக்கொள்ளக்கூடிய கருத்துக்களை எல்லாம் சொல்லிட்டு இருக்கக்கூடிய சூழல்ல எங்களோட நிலைப்பாடு ஆளுநரே வேண்டாம் அப்படிங்கிற நிலைப்பாட்டிலிருந்து திராவிட முன்னேற்ற கழகம் எந்த காலத்திலையும் தன்னை மாற்றிக்கொள்ளவில்லை. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, ടി.വി.കെയെ സംബന്ധിച്ച് ഇനി 5 MLA-മാരുടെ പിന്തുണയാണ് വേണ്ടത്. അത് ഏത് വിധേനയും നേടിയെടുക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാകുന്നുണ്ടോ? ഒപ്പം തന്നെ ഇന്ന് നിർണായകമായ യോഗം പാർട്ടി ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. ഒപ്പം പിന്തുണയിൽ തീരുമാനമെടുക്കാൻ CPI നേതൃയോഗങ്ങളും ചേരുന്നുണ്ട്. ഇങ്ങനെയാണ് വിവരങ്ങൾ. ഗോകുൽ, പ്രവിത, അതായത് കാര്യങ്ങളൊരു ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ, ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഇടതു പാർട്ടികൾ CPIM അതുപോലെ തന്നെ CPIM യോഗങ്ങൾക്ക് ശേഷം പിന്തുണ പ്രഖ്യാപിക്കും ടി.വി.കെക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ചില നീക്കങ്ങളാണ് എന്തായാലും നടക്കുന്നത്. അതിനുശേഷമായിരിക്കും വിടുതലൈ സിരുത്തൈകൾ കക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. വൈകിട്ട് 5 മണിക്ക് അവരുടെ ഉന്നതാധികാര സമിതി ചെന്നൈയിൽ ചേരുന്നുണ്ട്. അതിൽ ചർച്ച ചെയ്ത ശേഷം അത് നേരത്തെ തന്നെ VCKയുടെ അധ്യക്ഷനായിട്ടുള്ള തിരുമാവലവൻ പറയുന്നത് എന്താണോ ഇടതു പാർട്ടികൾ എന്താണോ തീരുമാനിക്കുന്നത് അതേ തീരുമാനത്തിലേക്ക് ഞങ്ങളും എത്തും എന്നുള്ളതായിരുന്നു രാവിലെ മുതൽ തന്നെ കൊടുത്ത ബൈറ്റുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഓരോ ക്ലൈമാക്സിലേക്ക് എത്തുന്നു വിജയുടെ കാര്യങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപായി കൃത്യമായി 6 സീറ്റുകളുടെ പിന്തുണ കൂടി ടി.വി.കെക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഞായറാഴ്ച മെയ് 10-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതിയാകും എന്നുള്ളതാണ് അത് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.